ഓരോ അന്നലി കുല്ലി നഫ്സിൻ, ഓരോ നഫ്സിനും ഉണ്ടായിരുന്നെങ്കിൽ, തീർച്ചയായും ഓരോ നഫ്സിനും ലിക്കുല്ലി നഫ്സിൻ ലലമത്ത് അക്രമം പ്രവർത്തിച്ചിരുന്ന ഓരോ നഫ്സിനും ഉണ്ടായിരുന്നുവെങ്കിൽ, അക്രമം എന്ന് വെച്ചാൽ കഫറത്ത് കാഫിരീങ്ങളായ ഓരോ നഫ്സിനും മാഫിൽ അർദി ഭൂമിയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ, ജമീഅം മിനൽ അംവാലി ഭൂമിയിലുള്ള സർവമാന ധനത്തെ അല്ലെ ജനത്തിനാലും ഭൂമിയിലുള്ള സർവ്വതും അവർക്കുണ്ടായിരുന്നെങ്കിൽ, എന്നിട്ട് ലഫ്ത ബി അവരെന്ത് ചെയ്തേനെ, അവരതുകൊണ്ട് ഫിദിയ മോചനദ്രവ്യം കൊടുത്തേനെ. ആ സമയം ലഫ്തദത്ത് അവര് തീർച്ചയായും അതിന് ഫിദിയ കൊടുക്കേനെ. അവർക്ക് ദുനിയാവിലുള്ള സർവമാന സ്വത്ത് കൊണ്ടും അവർ ഫിദിയ കൊടുക്കുകയാണ്. എന്തിൽ നിന്നും? മിനൽ അദാബി ശിക്ഷയിൽ നിന്നും, ശിക്ഷ കിട്ടാതിരിക്കാൻ വേണ്ടി യൗമൽ ഖിയാമ അന്ത്യദിനത്തിൽ. വസറുൻ നദാമത്ത എന്നിട്ട് അവരുടെ ഖേദത്തെ അവരെന്ത് ചെയ്യും? ഒളിപ്പിച്ചു വെക്കും. അലാ തർക്കിൽ ഈമാൻ വിശ്വസിച്ചില്ലല്ലോ എന്ന് ഓർത്തിട്ട്. ലമ്മാ റഅഉൽ അദാബ് അവർ ആ ശിക്ഷയെ കാണുന്ന വേളയിൽ. അഖ്ഫാഹ റുഅസാഉഹും അഥവാ അഖ്ഫാഹ എന്ന് വെച്ചാൽ ഈ നദാമത്ത് ഖേദത്തെ മറച്ചു വെക്കുന്നതാണ് റുഅസാഹും അവരുടെ നേതാക്കന്മാർ. അനിൽ ളുഅഫ ദുർബലരെ തൊട്ട്, അങ്ങനെ ദുർബലരെ ദുനിയാവിൽ കൂട്ടിയിട്ട് തന്നെ അനുയായികളൊക്കെ കൂട്ടിയിട്ട് അതും ഇതും അല്ലേ ജയ് റാം എന്നൊക്കെ അങ്ങനത്തെ സംഗതികളെല്ലാം വിളിക്കാൻ വേണ്ടി നേതാക്കന്മാരുണ്ടാവും. അവർ ആഖിറത്തിൽ വെച്ച് ആകെ പരാജയപ്പെടുമ്പോൾ അവരുടെ ജാള്യത, അവരുടെ ഖേദം അവരെന്ത് ചെയ്യും? മറച്ചു വെക്കും തങ്ങളുടെ അനുയായികളെ തൊട്ട്. അല്ലതിന് എങ്ങനെയുള്ള ആളുകളാണ്? അവലൂഹും ഈ നേതാക്കന്മാർ ഈ ളുഅഫായിനെ എന്ത് ചെയ്തു? പിഴപ്പിച്ചു. മഹാഫത്ത് തൈർ എന്തിനാ അത് മറച്ചു വെക്കുന്ന? അവരൊരു ഐറുണ്ടാവോ, ഒരു മോശമാവോ എന്ന് പേടിച്ചിട്ട്. അപ്പോൾ കുലിയ ബൈനും അവർക്കിടയിൽ വിധി നടപ്പാക്കപ്പെടും. ബൈനുൽ ഖലായിക്ക് സൃഷ്ടികൾക്കിടയിൽ ബിൽക്കിസ് നീതിപൂർവ്വം, ബിൽ അതിന് നീതിപൂർവ്വം. ഓഹുംലായു ദുലമോന ചെയ്യ അവർ ഒരു വിധത്തിന് അക്രമത്തിന് വിധേയമാക്കപ്പെടുകയില്ല. എന്താണ് അനധികൃതമായിട്ട് ഒന്നും അവർക്കെതിരെ ഉണ്ടാവില്ല. പക്ഷെ അവർ ചെയ്തതിൻ്റെ ഫലേ അവർ അനുഭവിക്കേണ്ടതുള്ളൂ. അലാ അറിയണേ, ഇന്നലില്ലായി തീർച്ചയായും അള്ളാഹുവിനുള്ളതാണ് മാഫിസമാവതി ഉള്ളത് വാനഭൂവനങ്ങളിലുള്ള ഒന്ന്. അലാ ഇന്ന വാദല്ലാ അറിയണേ, അള്ളാഹുവിൻ്റെ വാഗ്ദാനം ബിൽ ബാഅത്തി വൽ ജസായി പ്രതിഫലം കൊണ്ടും പ്രതിഫലം ഉള്ളെന്ന്. നന്മക്ക് നന്മ തിന്മക്ക് തിന്മ, അതൊക്കെ ഹക്കുൻ സത്യമാണ്, സാബിത്തുൻ സ്ഥിരപ്പെട്ടതാണ്. വലാകിന്ന അക്സറും പക്ഷേ അവരിൽ അധികം ആളുകളായി നാസ് ജനങ്ങളിലധികം ആളുകൾ ലായാലും മൂനതാലിക്ക് അതിനെ മനസ്സിലാക്കുന്നില്ല. ഹുവയുഹി വയുമീത്ത് അള്ളാഹു ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നു. ഇലൈഹി തുർജഊൻ അവനിലേക്ക് മാത്രമാണ് നിങ്ങൾ മടക്കപ്പെടുന്നത്. ഫിൽ ആഖിറത്തിൽ വഇജാസിക്കും ബി അമാലിക്കും എന്നിട്ട് നിങ്ങളുടെ അമലുകൾക്കനുസൃതമായിട്ട് അള്ളാഹു നിങ്ങൾക്ക് പ്രതിഫലം നൽകുന്നതാണ്. യാ അയ്യുഹന്നാസ് അല്ലയോ ജനങ്ങളെ, ഐ അഹ്ല മക്ക നിവാസികളെ, കത് യാദ്ക്കും മൗലത്ത് നിങ്ങൾക്ക് സാരോപദേശം തീർച്ചയായും വന്നിട്ടുണ്ട്. ഒരു സാരോപദേശം റബ്ബിക്കും നിങ്ങളുടെ റബ്ബിൻ്റെ അടുക്കൽ നിന്നും. കിതാബിൻ അഥവാ ഒരു കിതാബ്, ഒരു വേദഗ്രന്ഥം, ഫീ അതിലുണ്ട് മാ ഒന്ന് ലക്കും നിങ്ങൾക്കുള്ളത് അഥവാ നിങ്ങൾക്കുള്ള പ്രതിഫലവും, വമാ അലൈക്കും നിങ്ങളുടെ മേലുള്ളത് അഥവാ ശിക്ഷയും. വഹുവൽ ഖുർആൻ അത് ഏതാണ് ആ കിതാബ്? അത് ഖുർആനാണ്. വശിഫാ ഉൻ ദവാ ഉൻ ഒരു മരുന്ന്, ഒരു ശമനമുണ്ട്. ലിമാ ഫി സുദൂരി അപ്പം ഒരു ശമനവും നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. എന്തിനുള്ള ശമനം? ലിമാഫി സുദൂർ ഹൃദയങ്ങളിലുള്ള ഒന്നിന്. ഹൃദയങ്ങളിലുള്ള ഒന്നെന്തിനാൽ? മിനൽ അഖായിദിൽ ഫാസിദ് തെറ്റായ വിശ്വാസങ്ങൾ, വശുക്കൂക്കി സംശയങ്ങൾ, അതിനൊക്കെ ഒരു മറുമരുന്നായിട്ടൊരു സംഗതിയുണ്ട്. മറുമരുന്നല്ല, മരുന്നായിട്ടൊരു സംഗതി ഉണ്ട്, സംഗതിയുണ്ട്. അതാണ് അ ഖുർആൻ. വഹുദൻ ഒരു സന്മാർഗവും, മിനല്ലലാലി വഴികേടിൽ നിന്നുള്ള ഒരു സന്മാർഗം, ദുർമാർഗത്തിൽ നിന്നുള്ള ഒരു സന്മാർഗം. വറഹ്മത്തുൽ മുഅ്മിനീന ബിഹി അതുകൊണ്ട് അള്ളാഹു അല്ലെ മുഅ്മിനീങ്ങൾക്ക് ഉള്ള റഹ്മത്തും ഉണ്ട്. മുഅ്മിനീന ബിഹി എന്ന് വെച്ചാൽ അതിനെ വിശ്വസിക്കുന്ന, അതിനെ കൊണ്ട് വിശ്വസിക്കുന്ന സത്യവിശ്വാസികൾക്ക് ഒരു റഹ്മത്തും ആണത് എന്ന്. അപ്പം ഇവിടെ ശരീഅത്ത്, ത്വരീഖത്ത്, ഹക്കീക്കത്ത് മൂന്ന് മാർഗങ്ങളാണല്ലോ. ശരീഅത്ത് പൂർണ്ണമായാൽ തരീഖത്തിലേക്കും, തരീഖത്ത് പൂർണ്ണമായാൽ ഹക്കീക്കത്തിലേക്കും മാറും. അപ്പോൾ ഈ മൂന്ന് അവസ്ഥകൾ അതിൻ്റെ ഒരു സൂചന നമുക്കിവിടെ കാണാം. ഒന്ന് വിശുദ്ധ ഖുർആൻ, അത് മൗഇലത്തും മിർ റബ്ബിക്കും. അതെന്താണ്? ഒരു മൗഇലത്തായിട്ട് എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്, ഏത് നിലക്ക് നടക്കണം എന്നൊക്കെ വ്യക്തമായിട്ട് കാണിക്കുന്ന ശരീഅത്ത് അത് വിശുദ്ധ ഖുർആനിലുണ്ട്. രണ്ടാമത് ത്വരീഖത്തുണ്ട്, അതായത് ഷിഫാ ഉൽ ലിമാ ഫി സുദൂരി ഹൃദയങ്ങളിലുള്ള രോഗങ്ങൾ അല്ലെങ്കിൽ പിഴച്ച വികല വിശ്വാസങ്ങൾ, സംശയങ്ങൾ, അതിന് നിവാരണം ചെയ്യുന്ന, അതിന് ശമനം പ്രദാനം ചെയ്യുന്ന ഒരു സംഗതി, അതാണ് ത്വരീഖത്ത്. ത്വരീഖത്തിലെത്തുമ്പോൾ ഏറെക്കുറെയൊക്കെ മനുഷ്യന് സമാധാനം ഉണ്ടാകും. ഇനി ഹുദം വറഹ്മത്തുൽ മുഅ്മിനീങ്ങൾക്ക് ഹുദയും റഹ്മത്തുമാണ്. അതായത് ഒരു സന്മാർഗവും ഒരു റഹ്മത്ത്, ഒരു കാരുണ്യം. ഇതൊക്കെ വല്ലാത്തൊരു കാരുണ്യമായിട്ട് അല്ലെ ഈ ഒരു സിറ്റുവേഷൻ വളരെ ഒരു അനുരോചനീയമായ അനുഭൂതിയായിട്ട് കൈക്കൊള്ളാൻ കഴിയുക എന്നതാണ് ഹക്കീക്കത്ത് എന്നുള്ളത്. അപ്പോൾ ആ ഹക്കീക്കത്തിൻ്റെ സ്റ്റേജിലുള്ള ആളുകൾക്കാണ് വിശുദ്ധ ഖുർആൻ ഒരു ഹുദയും റഹ്മത്തുമായിട്ട് പൂർണ്ണമായിട്ട് വരിക. അപ്പം മൂന്നിലേക്കുള്ള സൂചന ഇവിടെ ഉണ്ട്. കുൽ നബി അങ്ങ് പറയുക, ബി ഫളില്ലാഹി അള്ളാഹുവിൻ്റെ ഫضل കൊണ്ട് അഥവാ അൽ ഇസ്ലാമി വിശുദ്ധ ഇസ്ലാം കൊണ്ടും, വബി റഹ്മത്തിഹി അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ട് അഥവാ അൽ ഖുർആൻ ഖുർആൻ കൊണ്ടും, വബിദാലിക ഇതൊക്കെ കൊണ്ട്
അൽ ഫദ്ലി വർ റഹ്മ ഇപ്പം പറഞ്ഞതെന്ന് വെച്ചാൽ ഫദ്ലും റഹ്മത്തും കൊണ്ട് അള്ളാഹുവിൻ്റെ ഔദാര്യവും കാരുണ്യവും കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഫൽ യഫ്രഹു, അവരെന്ത് ചെയ്യട്ടെ? സന്തോഷിക്കട്ടെ. ഹുവ ഖൈറും മിമ്മ യജ്മൂൻ, അള്ളാഹു ഫദ്ല് ചെയ്തല്ലോ, മുസ്ലിമാകാൻ സൗഭാഗ്യം പ്രദാനം ചെയ്തല്ലോ, അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ നെഞ്ചോട് ചേർക്കാൻ അള്ളാഹു സൗഭാഗ്യം എന്നല്ലോ ഓർത്തിട്ട് സന്തോഷിക്കട്ടെ. അങ്ങനെ സന്തോഷിക്കൽ അത് ഖൈറും മിമ്മ യജ്മഊന, അവരൊരുമിച്ച് കൂട്ടുന്ന സർവ്വതിനേക്കാൾ ഉത്തമമാണ്. അവരൊരുമിച്ച് കൂട്ടുന്ന എന്തിനാൽ? മിന ദുനിയാവിനാൽ, ദുലിയായി വത്തായും, നിങ്ങൾ അവർ, തജ്മോൻ യജ്മോൻ രണ്ടും മാറ്റാം. കുല്ലബി അങ്ങ് പറയുക, തും നിങ്ങളുടെ അഭിപ്രായം, അഖ്ബിറൂനി നിങ്ങളൊന്ന് പറഞ്ഞാൽ എനിക്ക്, അള്ളാഹ് എന്താണ് ഇറക്കിയതെന്ന്, അള്ളാഹ് എന്താണ് ഇറക്കിയതെന്ന് വെച്ചാൽ ഖലഖലക്കും, അള്ളാഹു എന്താണ് സൃഷ്ടിച്ചത് നിങ്ങൾക്ക്, മിൻ റിസ്കിൻ ഭക്ഷണത്തിനാൽ, അവശ്യ വസ്തുവിനാൽ, ഫജഅൽതും മിൻഹു, എന്നിട്ട് അള്ളാഹു ഫജഅൽതും നിങ്ങൾ അതിൽ നിന്നാക്കി ഹറാമും വഹലാല, ഹലാലിനെയും ഹറാമിനെയും അള്ളാഹു നിങ്ങൾക്ക് അനുവദിച്ചു തന്നു, നിങ്ങൾക്കായിട്ട് നിങ്ങളുടെ ഉപയോഗത്തിനായി സൃഷ്ടിച്ചു തന്നു അല്ലേ. ഖലഖലക്കും മാഫിൽ അർദി ജമീഅ എന്നൊക്കെ വിശുദ്ധ ഖുർആൻ മറ്റു സ്ഥലങ്ങളിലുണ്ടല്ലോ. അപ്പോൾ അള്ളാഹു നിങ്ങൾക്കായി സൃഷ്ടിച്ചത്, എന്നിട്ട് ഫജഅൽതും മിൻഹു, നിങ്ങൾ അതിൽ നിന്നും ഉണ്ടാക്കി ഹറാമു ഹലാൽ. അള്ളാഹ് പറയാതെ ഇത് ഹലാലാണ് ഇത് ഹറാമാണ്, ഇത് ഹലാലാണ് ഹറാമാണ് എന്നിങ്ങനെ നിങ്ങളാക്കി. ഇതുപോലെ കൽ ബഹീറ വസായിബ വൽ മയ്ത അല്ലേ. ബഹീറ സായിബ പോലെ, ബഹീറ സായിബ എന്നൊക്കെ പറഞ്ഞാൽ ഹലാലായ ഒട്ടകാണ്, പക്ഷെ അത് ഹറാമാണ്, കഴിക്കാൻ പറ്റൂല എന്നുള്ള അവരുടെ ആ ജാഹിലി വിശ്വാസം വെച്ച് പുലർത്തിയിട്ട് ഹലാലായതിനെ അവർ ഹറാമാക്കി. വൽ മയ്ത എന്ന് വെച്ചാൽ ശവം വിശുദ്ധ ദീനുൽ ഇസ്ലാം ഹറാമാക്കിയതന്നെ, വിധങ്ങൾ ഹറാമാക്കിയാണ്, ആ ഹറാമായതിനെ ഹലാലാക്കി. അപ്പോൾ ഹലാലിനെ ഹറാമും ഹലാലിനെ ഹറാമുമാക്കി, നേരെ തിരിച്ചാക്കി. ഇതൊന്നും ശരിയ അപ്പം ഇതൊക്കെ ശരീഅത്തിനോട് വിയോജിക്കുന്ന പ്രവർത്തനങ്ങളാണല്ലോ. അവനാണ് പറഞ്ഞത്. ഇനി കുൽ നബിയെ അങ്ങ് പറയുക, അങ്ങ് ചോദിക്കുക, അള്ളാഹു അതിനലക്കും, ഈ വന്നിട്ടുള്ള ഹംസ അഥവാ ഹർഫ് കലിമി, അത് ഹർഫിയുണ്ട് കലിമിയുണ്ട്. ഈ ഹർഫ് കലിമി മുഖഫഫും ഉണ്ട്, അതുപോലെ തന്നെ മുസക്കലും ഉണ്ടാവും. ഇതിപ്പം അള്ളാഹു എന്നതെന്താണ്? ഇത് ഹർഫിയല്ല. ഹർഫിയായ മദ്ദെന്ന് വെച്ചാൽ ഇപ്പം അലിഫ് ലാം മീം ഹർഫുകളിൽ വരുന്നതാണ്. ഇതിപ്പം അല്ലാതെ കലിമത്തുകൾ തന്നെ വരുന്നതാണ്. അപ്പോൾ കലിമി എന്ന് പറയും. അപ്പോൾ കലിമി മുസക്കലാണ്. അപ്പോൾ കലിമി മുസക്കലായി 6 സ്ഥലങ്ങളിൽ എങ്ങാണ്ടാണ് വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുള്ളത്. ഇതിപ്പം ആനയുണ്ട്. കലിമി മുസക്കൽ എന്നല്ല, കലിമിയായി വന്നത് ഇത്തരത്തിൽ. ആന മുസക്കലല്ല, മുഖഫഫാണ്. പിന്നെ ആന വഖദ് കുന്തും ആന വഖദ് അസൈത. ഇവിടെ ഇപ്പം വന്നിരുന്നത് കലിമി മുസക്കലാണ്, അഥവാ അള്ളാഹു. പിന്നെ വേറെ ഉണ്ട് ദക്കറൈനി. അതുപോലെ 5-6 സ്ഥലങ്ങളാണ് ഉള്ളത്. എന്താവട്ടെ, അള്ളാഹു അതിലക്കും, അങ്ങ് അവരോട് ചോദിക്കണം, അള്ളാഹു ആണോ, അള്ളാഹു നിങ്ങൾക്ക് സമ്മതം നൽകിയിട്ടുണ്ടോ? ഫീദാരിക തഹ്ലീലി വ തഹരീമി, അനുവദിക്കുന്നതിലും നിഷിദ്ധമാക്കുന്നതിലും, അതായത് അള്ളാഹു അനുവദിച്ചത് നിഷിദ്ധമാണെന്ന് പറയുന്നതിലും, അള്ളാഹു നിഷിദ്ധമാക്കിയതിന് അനുവദിക്കപ്പെട്ടതാണെന്ന് പറയുന്നതിലും അള്ളാഹു നിങ്ങൾക്ക് ഇഷ്ടാനുസരണം പ്രവർത്തിക്കാൻ സമ്മതം നൽകിയിട്ടുണ്ടോ എന്നവരോട് ചോദിക്കുക. ഇല്ല, അതിന് മറുപടി ഇല്ല എന്നാണ്. അന്ന് ചെൽ ബൽ എന്നല്ല, അലല്ലാഹി തഫ്തറു, അള്ളാഹുവിൻ്റെ മേൽ നിങ്ങൾ കെട്ടിച്ചമക്കുകയാണ്. തക്ദിബൂന, നിങ്ങൾ കളവ് പറയുകയാണ് അള്ളാഹുവിൻ്റെ മേൽ. ബിനിസ്ബത്തി ദാലിക ഇലൈഹി, അതിനൊക്കെ അള്ളാഹുലേക്ക് ചേർത്തുകൊണ്ട് അള്ളാഹ് ഇത് ഹറാമാക്കി, അള്ളാഹ് ഇത് ഹലാലാക്കി എന്നൊക്കെ പറഞ്ഞിട്ട്. ഒമാ ലന്നു, എന്താണ് വിചാരം? അല്ലദീന, ഒരു കൂട്ടരുടെ, യഫ്തറൂന അലല്ലാഹിൽ കദിബ, അള്ളാഹുവിൻ്റെ മേൽ കളവിനെ കെട്ടിച്ചമക്കുന്ന ആളുകളുടെ വിചാരം എന്താണ്? അതായത് അയ്യ ഷൈഇൻ ലന്നഹും ബിഹി, എന്തൊന്നാണ് ലന്നഹും അവർ എന്തൊന്നാണ് ലന്നുഹും അവരുടെ വിചാരം, ബിഹി അള്ളാഹുവിനെ സംബന്ധിച്ച്, എന്തൊന്നാണ് അവരുടെ വിചാരം അള്ളാഹുവിനെ സംബന്ധിച്ച് എന്നർത്ഥം. അപ്പം അന ഇന്ദ ലന്നി അബ്ദീ ബി, എൻ്റെ അടിമ എന്നെ സംബന്ധിച്ച് എന്താണോ വിചാരിക്കുന്നത് അതാണ് ഞാനെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം അള്ളാഹു, ഒരു മുഅ്മിനായ മനുഷ്യൻ അള്ളാഹുവിനെ സംബന്ധിച്ച് നല്ലത് വിചാരിച്ചാൽ അവന് അള്ളാഹു നന്മ വേണം ചെയ്യുക. പക്ഷെ കാഫർ അള്ളാഹിനെ പറ്റി എത്ര നല്ലത് വിചാരിച്ചാൽ, അതായത് ഞാൻ എന്ത് തെമ്മാടിത്തരം ചെയ്താലും എന്നെ പിടികൂടാൻ പോകുന്നില്ല എന്ന് എത്ര നല്ല ഹുസ്നെന്ന് വെച്ചിട്ടൊന്നുമില്ല, കാര്യമില്ല. കുഫറോട് കൂടി കാര്യമില്ല, ഈമാനോട് കൂടി നല്ല തന്നെ ഉണ്ടെങ്കിൽ കാര്യമുണ്ടെന്നാണ്. അപ്പോൾ ഇവരുടെ ഈ ലന്നിനെന്തില്ല, ഒരു പ്രസക്തിയില്ല. ഇവരിങ്ങനെ വിചാരിക്കുന്നുണ്ടാവും നമ്മളെ പിടികൂടില്ല, കാരണം ഇവർ സത്യശീലികളല്ലേ. സത്യശീലികൾക്ക് അള്ളക്ക് കഴിവില്ല എന്ന് തന്നെ വിശ്വസിക്കുന്ന ആളാണ്, അള്ളാഹ് തന്നെ ഇല്ല എന്ന് വിശ്വസിക്കുന്നവരായിരിക്കുമല്ലോ. അപ്പോൾ അവരുടെ ആ ലന്നിനെന്തില്ല, പ്രസക്തിയില്ല. മുഅ്മിനിൻ്റെ ലന്നിനെ സംബന്ധിച്ചാണ്. അതുകൊണ്ടാണ് അന ഇന്ദ ലന്നി അബ്ദീ എന്ന് പറഞ്ഞത്. ആരെങ്കിലും വിചാരിച്ചാൽ എൻ്റെ അടിമ, മുഅ്മിനായ അടിമ എന്നെ സംബന്ധിച്ച് എന്താണോ വെച്ച് പുലർത്തുന്നത് അതായിരിക്കും ഞാൻ. യൗമൽ ഖിയാമ, അന്ത്യദിനത്തിൽ, അയഹ്സബൂന, അവർ വിചാരിക്കുന്നുണ്ടോ, അന്നഹു ലാ യുആഖിബുഹും, അള്ളാഹു അവരെ ശിക്ഷിക്കുകയില്ല എന്ന്. വിചാരിക്കേണ്ട, അള്ളാഹു അവരെ ശിക്ഷിക്കുക തന്നെ ചെയ്യും.
ഇന്നല്ലാഹ തീർച്ചയായും അള്ളാഹു ലദൂ ഫദ്ലിൻ അലന്നാസ് ജനങ്ങളോട് ഏറെ എന്തുള്ളവനാണ്, ഫദ്ല് ഔദാര്യമുള്ളവൻ തന്നെയാണ്. ബി ഇംഹാലിഹിം അവർക്ക് സാവകാശം നൽകൽ കൊണ്ട്, വൽ ഇൻആമി അലിഹിം അവരുടെ മേൽ അനുഗ്രഹം ചെയ്യൽ കൊണ്ട്, വലാകിന്ന അക്സറഹും പക്ഷേ എങ്കിലും അധികം ആളുകളും ലാ യശ്കുറൂൻ നന്ദിയില്ലാത്തവരാണ്. വമാ തക്കൂനു യാ മുഹമ്മദു ഫീ ഷഅ്നിൻ ഷഅ്നിൻ വെച്ചാൽ അംരിൻ, വമാ തക്കൂനു മുഹമ്മദേ താങ്കൾ എന്താണ്, ഫീ ഷഅ്നിൻ കാര്യത്തിൽ താങ്കൾ എന്താണ്, കാര്യത്തിൽ എന്താണെന്ന് വെച്ചാൽ എന്താണ് താങ്കൾ ചെയ്യുന്നത്. വമാ തത്ലൂ മിൻഹു മിൻ ഖുർആൻ, വമാ ഒന്ന്, തത്ലൂ താങ്കൾ ഓതുന്നു, മിൻഹു ആ ഒന്നിന് അതായത് മിനശ്ശഅ്നി ആ ഒന്നിൽ നിന്നും താങ്കൾ ഓതുന്ന ഒന്നെന്താണ്. അപ്പം തത്ലൂ എന്നത് അതിൻ്റെ ഇതുണ്ടാവുമല്ലോ, ആയുധം ഉണ്ടാവുമല്ലോ, മാ മൗസൂലല്ലേ. ഒമാ തത്ലു മിൻഹു മിൻ ഖുർആനിൻ, അവിടെ ഇപ്പം വമാ പറയാം. വമാ തക്കൂനു അങ്ങല്ല എന്നർത്ഥം. വമാ തക്കൂനു യാ മുഹമ്മദ്, ഓ മുഹമ്മദെ അങ്ങല്ല, ഫീ ഷഅ്നിൻ അംരിൻ ഒരു കാര്യത്തിലുമല്ല അങ്ങ്. വമാ തത്ലു അങ്ങ് ഓതുന്നുമില്ല, മിൻഹു ആ കാര്യത്തിൽ നിന്നും, ഐ മിന ഷഅ്നി ആ കാര്യത്തിൽ നിന്നും, അല്ലെങ്കിൽ അവില്ലാഹി അള്ളാഹുൽ നിന്നും അങ്ങ് ഒന്നും ഓതുന്നുമില്ല. അതെന്തിനാൽ, മിൻ ഖുർആനിനാൽ അൻസലഹു അലൈക, അപ്പോൾ ഖുർആനിനാൽ അങ്ങ് ഒന്നും ഓതുന്നില്ല. അൻസലഹു ആ ഖുർആനിനെ ഇറക്കി അള്ളാഹു അലൈക അങ്ങയുടെ മേൽ. അതുപോലെ വലാ തഅമലൂന നിങ്ങളൊന്നും ചെയ്യുന്നില്ല, ഹാതബഹു വ ഉമ്മത്തഹു, ഹാതബഹു അള്ളാഹു നബിതങ്ങളെയും വ ഉമ്മത്തഹു നബിതങ്ങളുടെ ഉമ്മത്തിനെയും അഭിസംബോധന ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. മിൻ തഅമലൂന എന്ന് പറയും ചെമ്മാണല്ലോ, അപ്പോൾ കുറേ ആൾക്കാരുണ്ടാവില്ല. മിൻ അമലിനാൽ, അപ്പം അങ്ങ് ഒരു കാര്യത്തിലുമല്ല, അങ്ങ് ഖുർആനൊന്നും ആ ഖുർആൻ എന്നുള്ള ആ കാര്യത്തിന് ഒന്നും ഓതുന്നുമില്ല, അങ്ങും അങ്ങയുടെ ഉമ്മത്തും ഒരു അമലും ചെയ്യുന്നുമില്ല. ഇല്ലാ കുന്ന അലൈക്കും നാം നിങ്ങളുടെ മേൽ ആയിട്ടല്ലാതെ ഷുഹൂദൻ റുഖബ റക്കീബുകളായിട്ടല്ലാതെ, അതാ നിരീക്ഷകന്മാരായിട്ടല്ലാതെ. അപ്പം അള്ളാഹു ബഹുവചനാർത്ഥത്തിൽ പറഞ്ഞെന്നുള്ളൂ, ബഹുവചനത്തിൻ്റെ ബഹുമാന്യത്തിന് വേണ്ടി പറഞ്ഞാണ്. അള്ളാഹു ഏകനാണ്. റുഖബ എന്ന് വെച്ചാൽ നാം തന്നെ നിരീക്ഷിക്കുന്നവനായ നിലയ്ക്ക്. അപ്പം ഇല്ലാ കുന്ന അലൈക്കും ഷുഹൂദൻ നാം നിരീക്ഷിക്കുന്നവനായിട്ടല്ലാതെ, നിങ്ങളെയൊക്കെ നാം നിരീക്ഷിക്കുന്നുണ്ട്. നിങ്ങൾ ഈ 3 പ്രവൃത്തി, അഥവാ അങ്ങേതെങ്കിലും ഒരു കാര്യത്തിൽ ഏർപ്പെട്ടാൽ, അങ്ങെന്തെങ്കിലും ഓതിയാൽ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ നാം അതെല്ലാം കാണുന്നുണ്ട്. ഇത് തുഫീലൂന നിങ്ങൾ തുഫീലൂന എന്ന് വെച്ചാൽ തഅഖുദൂന ഫീഹി നിങ്ങൾ അതിൽ പ്രവേശിക്കുന്ന, നിങ്ങളതിൽ തുടങ്ങുന്ന വേളയിൽ, നിങ്ങളതിൽ തുടങ്ങുമ്പോൾ തന്നെ, അതിൽ അമലി ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴേ നമ്മുടെ നിരീക്ഷണം ഉണ്ടാകും എന്നർത്ഥം. അഫാദ യുഫീദ് എന്ന് വെച്ചാൽ ഉള്ളിലോട്ട് ഇറങ്ങുക, അല്ലെങ്കിൽ പ്രവേശിക്കുക, തുടങ്ങുക എന്നൊക്കെ അർത്ഥം. ഒരു കാര്യത്തിൽ മുഴുകുമ്പോൾ തന്നെ, അല്ലെങ്കിൽ തുടങ്ങുമ്പോൾ തന്നെ. വമാ യഅ്സുബു എന്ന് വെച്ചാൽ യഗീബു അൻ റബ്ബിക അങ്ങയുടെ റബ്ബിനെ തൊട്ട് എന്താവുന്നില്ല, മറഞ്ഞു പോകുന്നില്ല, ഒഴിഞ്ഞു പോകുന്നില്ല, വിട്ടുപോകുന്നില്ല, ഗായിബാവുന്നില്ല. മിൻ മിസ്കാലി വസ്നി ദർറ അല്ലേ, ഒരു ദർറത്തിൻ്റെ തൂക്കത്തിൻ്റെ മിസ്കാല് പോലും, അഥവാ ഒരു ദർറത്തിൻ്റെ തൂക്കത്തിൻ്റെ അത്ര പോലും. മിസ്കാൽ എന്ന് വെച്ചാൽ വസ്ന് തന്നെയാണ്. മിസ്കാൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, നമ്മൾ സ്വർണം തൂക്കുന്ന മിസ്കാലുണ്ട്, 20 മിസ്കാൽ, അതല്ല, കേവലം തൂക്കം എന്നർത്ഥത്തിലാണ്. അപ്പം ഒരു ദർറത്തിൻ്റെ തൂക്കം പോലും എന്താവുന്നില്ല, റബ്ബിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നില്ല. ദർറ എന്ന് വെച്ചാൽ അസ്ഹറു നമ്മൾ ഏറ്റവും ചെറിയ ഉറുമ്പാണ്, അല്ലെ ഏറ്റവും ചെറിയ അസ്ഹറു ബാഉൽ ഏറ്റവും ചെറിയ കൊതുകാണ്, അല്ല അങ്ങനെ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളും കാണാം. എന്നല്ല ഉബാറാണ് ഈ നമ്മുടെ ധൂമം എന്നല്ലേ, പൊടി അതിന് പറയാം, ധൂമകേതു എന്നൊക്കെ പറയുന്നത്, അതാണെന്ന് ഇങ്ങനെയൊക്കെ പല അഭിപ്രായങ്ങളുണ്ട്. ഫിൽ അർളി ഭൂമിയിൽ, ഇപ്പം നമ്മൾ മോഡേൺ സയൻസ് ഒക്കെ പറയുമ്പോൾ എന്താണ്, ആറ്റത്തെക്കാൾ ചേർത്ത് പ്രോട്ടോൺ ഇലക്ട്രോൺ ന്യൂട്രോൺ എന്നൊക്കെ പറഞ്ഞിട്ട് ദൈവകണം എന്നൊക്കെ പറഞ്ഞ അവസാന സംഗതി അല്ലേ, കൃത്യം കണ്ടുപിടിച്ചിട്ടില്ലെങ്കിൽ പോലും ഏറ്റവും ചെറുതാണ്, അതാണ് ഉദ്ദേശിക്കുന്നത്. ഫിൽ അർളി ഭൂമിയിലോ വലാ ഫിസ്സമായി ആകാശത്തോ ഒന്നും റബ്ബിനെ തൊട്ട് എന്താവുന്നില്ല, മറിഞ്ഞു പോകുന്നില്ല. വല അസ്ഗറ മിൻ ദാലിക അതിനേക്കാൾ ചെറുതുണ്ടെങ്കിൽ അതും എന്താവുന്നില്ല, ഒഴിഞ്ഞു പോകുന്നില്ല. വല അക്ബർ അതിനേക്കാൾ വലുതും ചെറുതൊന്നും ഇല്ല ഫി കിതാബിൻ മുബീൻ അതൊക്കെ അള്ളാഹുവിൻ്റെ വ്യക്തമായി രേഖപ്പെടുത്തിയ കിതാബിൽ ഉണ്ടായിട്ടല്ലാതെ. ബയ്യിൻ മുബീൻ എന്ന് വെച്ചാൽ ബയ്യിൻ വ്യക്തമായ. ലഹുൽ മഹ്ഫൂദ് അതേതാണ്, ലഹുൽ മഹ്ഫൂദാണ്.